നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. അതായത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആൺ പെൺ വ്യത്യാസമില്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ, കൊച്ചാഗ്രഹമാണെങ്കിലും വലിയ ആഗ്രഹമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും. അതിന് എന്താ പറയുക, ഒരു 19 അല്ല 15 വയസ്സ് തൊട്ട് ഒരു 75 വയസ്സ് വരെയുള്ളവരുടെ പ്രായമായവരുടെ ഉള്ളിൽ പോലും ഒരു കൊച്ചാഗ്രഹം കിടപ്പുണ്ടായിരിക്കും. ചിലർക്ക് സാധിച്ചത് കാണും, ചിലർക്ക് സാധിക്കാത്ത ആഗ്രഹങ്ങൾ കാണും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം നമുക്ക് നേടിയെടുക്കണമെന്നേ. നമ്മളല്ലാണ്ട് ഒരാഗ്രഹങ്ങളും സാധിച്ചില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് പറ്റും പോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നേടിയെടുക്കുക. അല്ലാണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കരുത്. നമുക്ക് പറ്റാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. അപ്പം ഞാൻ പറയാൻ വന്നതിനാ, ചില പെണ്ണുങ്ങൾക്ക് സാരിയൊക്കെ ഉടുത്ത് പുറത്ത് പോകണമെന്നോ അല്ലെങ്കിൽ എപ്പോഴും പുറത്തൊക്കെ പോകണം, യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. ചില അമ്മമാർക്ക് ചുരിദാറൊക്കെ ഇട്ട് നടക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. ഒത്തിരി അമ്മമാരുണ്ട് ചുരിദാർ ഇടാൻ പേടിയാന്നൊക്കെ പറയണേ. ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചേക്കുക. വീടിനകത്താണെങ്കിൽ ഒരു ചുരിദാർ ഇട്ട് നടക്കാൻ ശ്രമിക്കുക. അതേപോലെ സാരിയൊക്കെ ഉടുത്ത് പുറത്തു പോവുക. നല്ല സാരിയൊക്കെ കൊടുത്ത് സെറ്റൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പോകണമെന്ന് അങ്ങനെ അങ്ങ് ചെയ്യുക. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണവർ അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ പോകണേ, അങ്ങനെ ഏതാണോ എതിരെയൊക്കെ പോകാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊടുത്തോണ്ട് അങ്ങ് പോയേക്കുക. നമ്മുടെ ആഗ്രഹം സാധിച്ചേക്കുക. പിന്നെ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. വീടിന് പുറത്തൊക്കെ യാത്ര ചെയ്യണമെന്ന് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ പുറത്തൊക്കെ പോവുക. ചിലർക്ക് ഒരു ആഗ്രഹമുണ്ട് ഭർത്താവിൻ്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ. ഇച്ചിരി പ്രായമായവർക്കാണെങ്കിൽ എന്നാന്ന് പറയുന്നത് ഒരു ഭർത്താവിൻ്റെ കൈയൊക്കെ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും നാണിക്കണ്ട, ആഗ്രഹം ഉള്ളി വെക്കണ്ട. നിങ്ങൾ ചാടി കയ്യെ പിടിച്ചോളുക, എന്നിട്ടങ്ങ് നടന്നു പോയിക്കോളുക. മറ്റുള്ളവരെന്ത് ശ്രദ്ധിക്കുകയേ വേണ്ട. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചേക്കുക. അല്ലെങ്കിൽ ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ആണുങ്ങൾക്കൊന്ന് ഭാര്യേനെ ഒന്ന് തോളത്തൊക്കെ ചേർത്ത് നിർത്തണമെന്നുണ്ടോ, ചേർത്ത് നിർത്തിക്കോളുക. മറ്റുള്ളവരെ അനുവാദം ഒന്നും നോക്കണ്ടെന്നേ, നമ്മളങ്ങ് സന്തോഷിച്ച് പോയിക്കൊള്ളുക. ചില ഇടയ്ക്കിടയ്ക്കൊക്കെ പുഴയിലൊക്കെ പോയി ഭാര്യയും ഭർത്താവും ഒക്കെ കൂടെ അല്ലെങ്കിൽ മക്കളോ ഒക്കെ കൂടെ പോയി ചാടുക, കനാലിൽ പോവുക, കുളമുണ്ടെങ്കിൽ കുളത്തിൽ കുളിക്കാൻ പോവുക. അങ്ങനെയൊക്കെ എന്നാ പറയണേ, പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. പിന്നെ എവിടെയെങ്കിലും കടലിലൊക്കെ പോയി കുളിക്കാൻ അടുത്തുണ്ടെങ്കിൽ അവിടെയൊക്കെ പോവുക. പിന്നെ ഏതെങ്കിലും എന്നാ പറയണേ, ഹോട്ടലിലൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെയൊക്കെ പോയി നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഫുഡുകൾ കഴിക്കാത്ത ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ ആ ഫുഡുകളൊക്കെ ഹോട്ടലിൽ പോയിട്ട് 6 മാസത്തിലൊരിക്കലല്ലേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുക. അതിനുവേണ്ടി നമ്മൾ കൊച്ചു സമ്പാദ്യം ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുഞ്ഞു ഫുഡുകളൊക്കെ കഴിക്കുക. നമുക്കിഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കുക. സൂപ്പുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഒത്തിരി പേര് കാണും. അപ്പം പ്രായമായവരാണെങ്കിൽ അവരെയും കൊണ്ട് മക്കള് പറയുക, എടാ നമുക്കിങ്ങനെ പുറത്തു പോകാം, അല്ലെ എടി നമുക്കിങ്ങനെ പുറത്തു പോകാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പോയി കഴിക്കുക. പ്രായമായവരെയും കൊണ്ടുപോവുക. ചില ചേട്ടന്മാർക്കൊക്കെ ബർമുട ഇടാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ അതൊക്കെ ഇടിയിക്കുക. അവരുടെ ആഗ്രഹം പോലെ പാൻറ് ഇടാൻ ആഗ്രഹമുള്ള പണ്ടത്തെ ചേട്ടന്മാർക്കൊക്കെ പാൻറ്റൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവരുണ്ട്. അതൊക്കെ ഇടിയിക്കുക. അമ്മച്ചിമാര് ചുരിദാറൊക്കെ ഇടാൻ ആഗ്രഹമുള്ള ഒത്തിരി അമ്മമാരുണ്ട് കേട്ടോ. അതെല്ലാം ചെയ്യുക. പിന്നെ നമ്മൾ ഇനി അത് പുറത്തേക്ക് ഇറങ്ങാൻ നാണാണ്, നമ്മൾ വീടിനകത്തോടെങ്കിലും ഒരെണ്ണം മേടിച്ചിടുക. ഒത്തിരി രൂപയൊന്നും ആവില്ല അതിനൊന്നും. ഒരെണ്ണം മേടിച്ച് വീടിനകത്തോടെ നമ്മൾ ഒരു 2 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം തീരും. ആ ഒരു 2 മണിക്കൂർ എഴുതുക. നല്ല സാരിയൊക്കെ കൊടുത്തൊന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുള്ള ഇപ്പോൾ പോകാൻ പറ്റിയില്ല എന്ന് വെച്ചോ, നമ്മളെ മുറിക്കകത്തോടെ സാരിയൊക്കെ കൊടുത്ത് നല്ല ഇതായിട്ടിരിക്കുക. ജീൻസ് ഇടണമെന്ന് എല്ലാ ആഗ്രഹം നമ്മൾ പ്രായമായി നോർത്തോണ്ടൊന്നും ആരും അതിൽ നിന്ന് പിന്മാറുമൊന്നും വേണ്ട. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സാധിച്ചെടുക്കണം. നമുക്ക് സാധിക്കാത്ത എന്താ ഉള്ളത്? അതേപോലെ ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പുഴയിലോ അല്ലെങ്കിൽ തോട്ടിലോ ഒക്കെ മീൻ പിടിക്കാൻ പൊക്കോളുക. എന്താണ് നമ്മൾ കുഞ്ഞിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്നേ. ആരെയും ബോധിപ്പിക്കേണ്ട. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള പ്രകൃതി ഭംഗി പോരുന്ന മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കൊണ്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഇടയ്ക്കൊക്കെ ഈ മല കയറാൻ പോകുന്നതും പുഴയെ ചാടാൻ പോകുന്നതൊക്കെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. ആ പ്രകൃതിയുടെ അതിൽ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു പുഴയിലോ തോട്ടിലോ അങ്ങനെയുള്ള ഇടത്തൊക്കെ പോയി ചാടി കുളിച്ച് ഒക്കെ വരിക. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ കൊച്ചു ആഗ്രഹങ്ങൾ
എന്തൊക്കെയാണ് അതൊക്കെ സാധിക്കുക. ഇനി ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല, വിമാനത്തെ കയറാനുള്ള പൈസ ഇല്ലാന്നൊന്നും ആരും വിചാരിക്കരുത്. അതിന് പാക്കേജുകളുണ്ട്. ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെയൊക്കെ ഒന്ന് പോവുക, അതിനുള്ള പൈസയൊക്കെ നമ്മൾ ഉണ്ടാക്കുക. അതിനൊന്നും ഒത്തിരി റേറ്റ് ഒന്നും ആവുമൊന്നുമില്ല. അത് ഇടയ്ക്ക് പാക്കേജുകൾ നോക്കിയിരുന്നാൽ മതി. നമ്മുടെ മക്കളെയൊക്കെ കൂട്ടി ഒരു ഫ്ലൈറ്റൊക്കെ കയറുക. ട്രെയിനെ കയറാത്ത മനുഷ്യരും ദൂരം പേരുണ്ടെന്നറിയാവോ. ഇടയ്ക്കൊന്ന് ചെറിയ ട്രെയിൻ യാത്രയൊക്കെ നടത്തുക. അതായത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെയോ എങ്ങനെയെങ്കിലുമൊക്കെ അതെല്ലാം സാധിച്ചെടുക്കുക. വന്ദേ ഭാരതേ കയറാം, അതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. അതിലൊക്കെ കയറാൻ നമ്മൾ കൊച്ചു കൊച്ചു പൈസകൾ ഉണ്ടാക്കി വെച്ച് നമ്മൾ ഒന്ന് ശ്രമിച്ച് ചെറുതായിട്ട് ഒന്ന് യാത്രയൊക്കെ, അങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും മിച്ചം വെച്ചേക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും, അതെല്ലാം ഈ ആകെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ പരമാവധി അതെല്ലാം ആസ്വദിക്കുക. നമുക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒത്തിരി പൈസ മുടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് വിദേശത്തിന് പോകാനൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കണേ. നമ്മൾ ആകെ ഫ്ലൈറ്റിൽ കയറി തിരുവനന്തപുരം വരെ പോകുന്നതിന് ഒത്തിരി രൂപയൊന്നും ആവില്ലെന്നേ. അങ്ങനെയൊക്കെ ചെയ്യുക. എങ്ങോട്ടെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു യാത്രകൾ, അത് ഫാമിലിയായിട്ടൊക്കെ അതിനുള്ള പൈസയൊക്കെ ഉണ്ടാക്കി സമ്പാദിച്ച് സ്വരുക്കൂട്ടി. കേട്ടിട്ടില്ലേ, ഒരു ചേട്ടനും ചേട്ടത്തിയും കൂടെ ചായക്കട നടത്തിയുള്ള പൈസയും കൊണ്ട് അവർ സമ്പാദിച്ചിട്ട് അവർ പോകാത്ത രാജ്യങ്ങൾ, ആ ചേട്ടൻ കുറച്ച് നാൾ മുമ്പ് മരിച്ചു പോയിട്ടോ, എന്നാലും അവർ പോകാത്ത രാജ്യങ്ങൾ കുറവാണ്. എറണാകുളത്താന്ന് തോന്നുന്നു ഒരു ചേട്ടനും ചേട്ടത്തിയും കൂടെ. അപ്പം നമ്മൾ ഓർക്കുക, നമുക്കും സാധിക്കും അത്. അവർ ഒരു ചായക്കട നടത്തിയിട്ടാണ് അവർ യാത്രയെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളും ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളായിട്ട് എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ യാത്രകളെല്ലാം ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കണം. എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം കുറച്ചായിട്ട് അതിനൊരു കൊച്ചു സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി, അത് പൈസ ഉണ്ടാക്കി നമ്മൾ പോയി കഴിക്കാത്ത ഫുഡുകളൊക്കെ കഴിച്ച് ജീവിതത്തിലെല്ലാം ആസ്വദിക്കുക. ഈ ജീവിതത്തിൽ എന്തൊക്കെ ആസ്വദിക്കാൻ നമുക്ക് പറ്റും അതൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. അല്ലാണ്ട് ഏത് സമയവും ദുഃഖത്തിൽ മാത്രം കഴിഞ്ഞാൽ മതിയോ? എപ്പോഴും സന്തോഷിക്കുകയും കൂടെ വേണ്ട. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ് ജീവിതത്തിൽ വേണ്ടത്. അപ്പം അടിച്ച് പൊളിച്ച് സന്തോഷിക്കുക. ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക. ചിലരുണ്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. ചുമ്മാ അനങ്ങാണ്ട് സ്വസ്ഥമായിട്ട് അവരെവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു പ്രകൃതിയിലോ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട. ബാക്കിയുള്ളവർക്ക് അവരുടെ ആ ഇഷ്ടം അതാണ്. അപ്പം അവരെ അതിന് വിട്ടേക്കുക. ബാക്കിയുള്ളവരെന്താന്ന് വെച്ചാൽ ചെയ്യുക. എല്ലാവരും സന്തോഷിക്കുന്നേ. സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എന്നാ പറയണേ, നമുക്കൊരു ഭയങ്കര പോസിറ്റീവ്. ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണ്ട. നമ്മൾ ഉണ്ട് എന്നും പറഞ്ഞ് നമുക്ക് സാധിക്കും എന്നും പറഞ്ഞ് നമ്മൾ ജീവിച്ചു നോക്കിക്കേ. എപ്പോഴും ഇല്ലായികയും വല്ലായികയിലും ഇരുന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. എനിക്ക് ഈ അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം എനിക്ക് പോയി ഫുഡ് കഴിക്കാം എന്നങ്ങ് തീരുമാനിക്കാം. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് മതി. എല്ലാ ദിവസവും കഴിക്കണ്ട. 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടലിൽ പോയി നല്ലൊരു ഹോട്ടലിൽ കയറി കഴിക്കുക. ഈ സാധാരണ എന്നും കഴിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് നല്ലൊരു ഹോട്ടലിൽ പോയി അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ. വലിയൊരു ഹോട്ടലിൽ പോയി കഴിക്കുക. സാധാരണ തട്ടുകടയിൽ വലിയ ഹോട്ടലിൽ കഴിക്കണവർ തട്ടുകടയിൽ കഴിക്കുക. വഴിയോരത്തുള്ള കടകളിൽ കഴിക്കുക. അപ്പോൾ അതിൻ്റെ മാറ്റം നമുക്കറിയാൻ പറ്റും. ഇതെല്ലാം ആസ്വദിക്കുക. അപ്പം ജീവിതം ഇങ്ങനെയൊക്കെ ഒന്ന് ആസ്വദിച്ച് നോക്കി. എന്ത് രസമാണെന്നറിയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കാം എല്ലാവരും. അപ്പം ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടെ ഇത്. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം.